നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. LDFും UDFും അതോടൊപ്പം തന്നെ BJPയും PV അൻവറും ഒക്കെ മത്സരരംഗത്ത് ഉണ്ട്. ആ ചിത്രം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. നേരത്തെ ഇവിടെ വ്യാപാരി വ്യവസായിയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി മത്സരരംഗത്തേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് വ്യാപാരികൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്ന ആൾ കൂടിയാണ് വിനോദ് പി മേനോൻ. ഇപ്പോൾ മീഡിയയോടൊപ്പം ശരിയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പം മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇന്ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമെടുത്തത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, നമ്മളെ കാര്യങ്ങൾ, നമ്മളോടുള്ള അപ്രോച്ച് രണ്ട് വിഭാഗത്തു നിന്നും ഒരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ തന്നെ ഞങ്ങളെല്ലാ നേതാക്കന്മാരെയും വിളിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇരു മുന്നണിയിൽ നിന്ന് നേതാക്കന്മാർ മത്സരിക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും രണ്ട് മുന്നണികളിൽ നിന്നും നമ്മളെ വിളിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പരിഗണിക്കാം തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ നേരത്തെ മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, മത്സരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരോടുള്ള ഒരു അപ്രോച്ചിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടി പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ്. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശവും. ആ ഉദ്ദേശത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് വളരെ നമ്മളെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്കതിനുള്ള, അതായത് വ്യാപാരികളെ പരിഗണിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു ഒരു അഭിപ്രായമാണ്. വ്യാപാരികളെ വേണ്ടത്ര രീതിയിൽ, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് മുടക്കി കച്ചവടം ചെയ്ത് ഞങ്ങളെ മാത്രമല്ല ഞങ്ങളെ കൂടെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിച്ചു പോകുന്ന വലിയൊരു വിഭാഗമാണ്. ഞങ്ങളോടുള്ള അപ്രോച്ചിൽ കാര്യമായുള്ള രീതിയിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കച്ചവടങ്ങൾ അടച്ചു പോകുന്ന സാഹചര്യം വരുന്നുണ്ട്. ഓൺലൈൻ അങ്ങനെയുള്ള പലതരം സംഗതികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് നിലമ്പൂരിലെ മാത്രം ആവശ്യം ഉന്നയിച്ചുകൊണ്ടല്ല, കേരളത്തിൽ ഒരിക്കലുമല്ല. കേരളത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നേ ഉള്ളൂ. മൊത്തം കേരളത്തിലെ ഓൾ കേരള കച്ചവടക്കാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ കാര്യമായിട്ടുള്ളൊരു ഇടപെടലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇരു മുന്നണികളും വിളിച്ച് മത്സരിക്കരുത്, നമുക്ക് വേണ്ട വിധത്തിൽ പരിഗണിക്കാമെന്ന് ഉറപ്പ് തന്നല്ലോ. ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇനിയും വരും നാളുകൾക്ക് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മത്സരത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഞങ്ങളുടെ ഉദ്ദേശം MP ആവാനോ MLA ആവാനോ അല്ല എന്നും നിങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കാര്യങ്ങളിൽ വേണ്ടത്ര രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. വരും കാലങ്ങളിൽ അങ്ങനെ അനുകൂലമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വ്യാപാരികൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങളെ ശക്തി കാണിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ ഞങ്ങളത് കാണിക്കാനുള്ള ശ്രമം നടത്തും. തിരഞ്ഞെടുപ്പാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും ശരി, തിരഞ്ഞെടുപ്പിലാണ് കൂടുതൽ ആളുകളുടെ ഒരു ശ്രദ്ധ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ മത്സരിക്കുന്നില്ല. ഈ വ്യാപാരി സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. വ്യാപാരികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തൊഴിലാളികൾ ഒക്കെ. അപ്പം ഇനി അവരുടെ വോട്ട് അത് എങ്ങോട്ടായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു? തീർച്ചയായിട്ടും അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം എടുക്കാം. ഏകോപന സമിതി അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ ഒരിക്കലും പറയാറില്ല. ഞങ്ങളിൽ ഒരുപാട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളിലുണ്ട്. അവർക്കൊക്കെ അവരുടെ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമില്ല. സമദൂരം എന്നുള്ളതാണ് ഞങ്ങൾ. അതായത് ഇരു മുന്നണികളോടും സമദൂരം. തീർച്ചയായിട്ടും എല്ലാവരോടും ആർക്ക് വേണമെങ്കിലും അത് മനസ്സാക്ഷി അനുസരിച്ച്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വതവേ എടുക്കുന്ന തീരുമാനം. ഞങ്ങൾ അങ്ങനെ ആരും ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കാറില്ല. പൊതുവെ ഞങ്ങളെല്ലാ വിഭാഗം ആളുകളും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ ഇനി വ്യാപാരിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല? ഇല്ല, സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. നിലമ്പൂരിൽ പൊതുവായി നോക്കുമ്പം നിലമ്പൂരിലൊരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നിലമ്പൂർ ഓരോ ദിവസം രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഇലക്ഷൻ തന്നെ ആയിരിക്കും, സംശയമൊന്നും. അൻവർ കൂടി മത്സരരംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി ഈ ഒരു ടൈറ്റ് മത്സരം ടൈറ്റായി കഴിഞ്ഞു. മത്സരം ഓൾറെഡി ടൈറ്റായി കഴിഞ്ഞു. ഏത് വിഭാഗം ഇപ്പോൾ BJP കാൻഡിഡേറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവർ വന്നു.
പിന്നെ LDF UDF വലിയ പ്രധാനപ്പെട്ട നേതാക്കളാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നല്ല രാഷ്ട്രീയ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നേരത്തെ വ്യാപാരികൾ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇരു മുന്നണികളിൽ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് വ്യാപാരികളെ പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് മത്സരരംഗത്ത് പിന്മാറുന്നത്. പക്ഷേ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപാരികളുടെ പ്രതിനിധികൾ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, നിലമ്പൂർ.